എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. പക്ഷെ ഞങ്ങൾ ഈ കാഴ്ചപ്പാടുള്ളവരല്ല സർ. എങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല. നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ ഒരു സത്യമായി അങ്ങ് പറഞ്ഞു. ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലും ആയിരുന്നു സാർ. ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രശ്നമായിരുന്നു, ഒരു സത്യമായിരുന്നു. അത് പച്ചയ്ക്കൊന്ന് കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. വീണവായന അങ്ങ് തുടങ്ങി. എവിടെ? ഫേസ്ബുക്കിൽ. വിടുവായിത്തം നിർത്തി വകുപ്പിനെ നയിക്കണമെന്ന് വീണ ജോർജ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇവർ തോറ്റതായി ഇവരുടെ മനസ്സിൽ തോന്നുന്നതേയില്ല. ജനം ഞങ്ങൾക്ക് വേണ്ടി കൊതിച്ചിരിക്കുകയാണെന്നാണ് ഈ പാവങ്ങളുടെ ഒരു ധാരണ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണാമീട്ടലും എന്ന് പറഞ്ഞ വിഷയത്തെ നിസാരവൽക്കരിച്ച മന്ത്രിയുടെ നടപടി അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് വീണമീട്ടലും നിയമസഭയിൽ ചെന്ന് നിന്ന് നിരന്തരം കപ്പിത്താന് വാഴ്ത്തുപാട്ടും പാടുകയല്ലാതെ ചുമ്മാതെ കെട്ടിപ്പൊക്കിയ ഒഴിഞ്ഞ കുറെ കെട്ടിടങ്ങളില് റിബണും വലിച്ചു കെട്ടി അത് മുറിക്കുകയല്ലാതെ എന്താ ചെയ്തത്? ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മന്ത്രി തന്റെ ഉത്തരവാദിത്തം മറക്കേണ്ടെന്നും വീണ ജോർജ് ഓർമ്മിപ്പിച്ചു. ജനം വീട്ടിലിരുത്തിയവിടെ ആര് മറുപടി പറയും? ഭരണം മാറിയതൊന്നും ഈ സ്ത്രീയുടെ തലയിൽ കയറിയിട്ടില്ല. പാർട്ടി പറഞ്ഞു, മത്സരിച്ചു, 8 നിലയിൽ പൊട്ടി. പക്ഷെ ഇപ്പോഴും ജനങ്ങളുടെ ആരോഗ്യമെല്ലാം എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ചിന്തിച്ചു നടക്കുകയാണ് ഈ പാവം സ്ത്രീ. ഇത് വലിയ പാട് തന്നെപ്പാ. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. നിപ്പ പോലെ ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ കേരളത്തിൽ ബാധിക്കുന്നു. വവ്വാലാണത്രേ അത് പരത്തുന്നത്. കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോൾ നാട്ടിൽ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ വവ്വാൽ രോഗം പരത്താൻ കാരണം ഭരിക്കുന്നവർ ശരിയല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഞങ്ങൾ ഈ കാഴ്ചപ്പാടുള്ളവരല്ല സർ. വ്യക്തിപരമായി മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ ഈ വിഷയത്തിൽ അധിക്ഷേപിക്കാൻ ഞങ്ങളില്ല. അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സംസ്കാരമല്ല. അത് പിന്നെ എനിക്കറിയില്ലേ ചേട്ടന്റെ സ്വഭാവം. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരി ഭരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നവരല്ല സാർ. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ കാഴ്ചപ്പാടല്ല ഞങ്ങളുടെ കാഴ്ചപ്പാട്. നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ സർ. പകർച്ചവ്യാധികൾ കേരളത്തിൽ പടരുന്നതിന്റെ കാരണം അത് ആര് ഭരിക്കുന്നു എന്നുള്ളത് നോക്കിയല്ല, എന്നാൽ അവ തടയുന്നതിൽ സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ് സാർ പ്രധാന പ്രശ്നം. അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇങ്ങനെ ഒരാളാണെന്ന്. സർ, ഒരു സർക്കാരിനെ വിലയിരുത്താൻ ഒരു 35 ദിവസം മതിയാകില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ ഒരു സർക്കാർ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ 35 ദിവസം ധാരാളമാണ് സർ. അയ്യന്റെ മോനെ, ഇവര് കയറിയിട്ട് 1 മാസം, ഇവരിറങ്ങിയിട്ട് 1 മാസം. അതൊന്ന് ഓർത്തോണം. ഇത്രയും കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. കെട്ടിടം തകർന്നു വീണ സമയത്തും രോഗികള് ചികിത്സ കിട്ടാതെ മരിച്ച സമയത്തും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെ ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങളില്ലെന്ന് പറഞ്ഞ സമയത്തും ഇവരെന്താ പറഞ്ഞത്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊന്നും നമ്മുടെ പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നതല്ല. കെട്ടിടം തള്ളിമറിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രിയല്ല. രോഗികൾക്ക് രോഗമുണ്ടാക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയല്ല. പകർച്ചവ്യാധികൾക്ക് കാരണം ആരോഗ്യവകുപ്പ് മന്ത്രിയല്ല. നമുക്ക് ഈ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ആളുകളാ. ഇനിയെങ്കിലും ഈ പണിയൊന്ന് നിർത്തിക്കൂടെ? പകർച്ചവ്യാധി പകരാതിരിക്കാൻ സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് എന്തൊക്കെ ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കും ആ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോവുക എന്നുള്ള ക്രിയാത്മക പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ് ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്, നിർവഹിക്കാൻ ഉദ്ദേശിച്ചിട്ടുമുള്ളത്. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് താരിക്കിട്ട് തട്ടാനല്ലേ. എന്നാൽ ചില ഗൗരവമേറിയ പ്രശ്നങ്ങൾ, സർക്കാർ തിരുത്തേണ്ട വിഷയങ്ങൾ, അടിയന്തരമായി തിരുത്തി മുന്നോട്ട് പോകേണ്ട പ്രശ്നങ്ങൾ, അത് ചൂണ്ടിക്കാട്ടുക ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഭരണം പോയതിന്റെ മനപ്രയാസത്താൽ ചില്ലറ വിങ്ങലല്ല സഖാക്കളുടെ ഉള്ളിലുള്ളത്. ആരോഗ്യ മേഖലയിലെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണ്. എന്നാൽ ആ കേരള മോഡൽ UDF ഗവൺമെന്റ് കൈവിടുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ 35 ദിവസത്തെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയാൻ ഞാൻ ആദ്യമേ ആഗ്രഹിക്കുകയാണ്. അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, കേരളത്തിലെ 100% വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന പറയൂ. സർ, മെയ് 20, 2021 LDF ഗവൺമെന്റ് അധികാരമേറ്റപ്പോൾ കോവിഡ് കാലമായി. കോവിഡ് കാലം അധികാരമേറ്റ LDF സർക്കാരിന്റെ ആദ്യ മാസം ജീവൻ രക്ഷിക്കുവാനുള്ള പോരാട്ടത്തിന്റേതായിരുന്നു. ഇനിയിപ്പോ കൂടുതൽ വിസ്തരിച്ച് എന്നെ കേൾപ്പിക്കണ്ട, എനിക്കറിയാം. ഇടതുപക്ഷം ഹൃദയകക്ഷമാണെന്ന് മനുഷ്യരെ ഓർമ്മിപ്പിക്കാൻ നിരന്തരം ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും ഞങ്ങൾ. സാർ, മെയ് 18, 2026 അധികാരത്തിൽ വന്ന UDF സർക്കാരിന്റെ ആദ്യ മാസം ഭരണപരമായ തർക്കങ്ങളുടെയും പ്രഖ്യാപനങ്ങളുടെയും ഭാഗമായി പലരുടെയും മാനം രക്ഷിക്കാനുള്ള മാസമായി മാറി എന്നുള്ളതൊരു വസ്തുതയാണ് സാർ. അതാ നിന്റെ വിഷമം അല്ല പിന്നെ? എന്തെല്ലാം പകർച്ചവ്യാധികളാണ് സാർ കേരളത്തിൽ ഈ മഴക്കാലത്ത് പെരുകുന്നത്. നിപ്പ, എബോള
എംപോക്സ്, ഷിഗല്ല, വെസ്റ്റ്നെൽ, ഡെങ്കി, മലേറിയ, കോളറ, അമീബിക് മസ്തിഷ്ക ജ്വരം, കുരങ്ങുപനി. സാർ, ഇവിടെ ഈ പറയുന്നത്ര യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ. ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയ പുലിവാലായല്ലോ എന്റെ ഈശ്വര. ഈ സർക്കാരിന്റെ കാലത്ത് ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആകെ ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്തത്. ഉടൻ തന്നെ അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു. ഇതുവരെ ഒരാൾക്ക് മാത്രമാണ് സാർ പോസിറ്റീവായത്. രോഗിക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ ഇവിടെ ആദ്യം ശ്രീ റിയാസ് പറഞ്ഞു, മന്ത്രി ഒന്ന് പറഞ്ഞു, ഉദ്യോഗസ്ഥർ വേറെ പറഞ്ഞു. ഇതൊന്നും ശരിയല്ല, ഞാൻ സമ്മതിക്കില്ല. ചില ഉദ്യോഗസ്ഥന്മാർ ഭരണം മാറിയത് അറിയാതെ കഴിഞ്ഞ സർക്കാരിനോട് കൂറ് കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അവരിന്ന് കസാല മാറ്റിയിരുത്തിയിട്ടേ ഉള്ളൂ സാർ. മറ്റൊരു കുഴപ്പമില്ലായി സാർ. ഈ നിപ രോഗിക്ക് ആദ്യ ദിവസം തന്നെ, കഴിഞ്ഞ 10-ാം തീയതിയാണ് രോഗി അഡ്മിറ്റ് ആക്കുന്നത്. ആദ്യ ദിവസം തന്നെ ചികിത്സാ മരുന്നുകളായ മോണോക്ലോണൽ ആന്റിബോഡി, അതും റിബാവിറിനും, ഈ 2 മരുന്നുകൾ അന്ന് തന്നെ കൊടുത്തു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ. പിന്നെയുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് റെംഡിസിവിർ എന്ന മരുന്നാണ്. അത് സാർ അങ്ങയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, അങ്ങ് മന്ത്രിയായ ആ മന്ത്രിസഭയുടെ കാലം തൊട്ട് ഈ മരുന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടില്ല. 24 മണിക്കൂറിനുള്ളിൽ 10-ാം തീയതി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ ബഹറിൽ നിന്ന് ഡൽഹി വഴി ആ മരുന്ന് കണ്ണൂരിലെത്തിച്ച് അന്ന് രാത്രി തന്നെ രോഗിക്ക് ആദ്യ ഡോസ് കൊടുത്തു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. വീണ ജോർജ് ആയിരുന്നെങ്കിൽ പ്രാണിതീനി വവ്വാലിന്റെയും പഴന്തീനി വവ്വാലിന്റെയും പല്ലടിച്ച് താഴെയിടുമെന്ന മട്ടിലാണ് കമ്മികളുടെ ഉദ്ഘോഷണം. ബഹുമാനപ്പെട്ട പ്രമേയ അവതാരം പറഞ്ഞു, ഒരു സത്യതയും പറഞ്ഞു. നേരത്തെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. ശരിയാണ് സാർ, അങ്ങക്ക് അറിയാലോ, ഫെബ്രുവരി മാസം തൊട്ടല്ലേ സാർ ഇതിനെക്കുറിച്ചുള്ള മുൻകരുതലൊക്കെ തുടങ്ങേണ്ടത്. ഫെബ്രുവരിയിൽ ആരാ? ഞാനായിരുന്നു മന്ത്രി. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഫെബ്രുവരി മുതൽ ഒന്നും നടത്തിയില്ല സാർ. ഒരു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിയില്ല. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയില്ല. ഇതെല്ലാം കഴിഞ്ഞ മെയ് മാസത്തിൽ ഞങ്ങളൊക്കെ ചാർജ് എടുത്തപ്പോഴാണ് ഈ രോഗം അപ്പോഴേക്കും വ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ആ വ്യാപനത്തിന് ഒരു പരിധി വരെ തടയാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മറുപടിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു പ്രസംഗം കാരണമാണ് അതൊക്കെ എഴുതി വായിച്ചത്. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ചില ഉദ്യോഗസ്ഥന്മാരില്ല. സാർ, ഞാൻ ചോദിക്കട്ടെ, ജില്ലാ മെഡിക്കൽ ഓഫീസർമാരില്ല, സമ്മതിച്ചു. 5 ജില്ലകളിൽ ഇപ്പോൾ DMOമാരില്ലെങ്കിലും ചാർജുള്ളവരുണ്ട്. എന്നുകൊണ്ടാണ് ആ പോസ്റ്റ് ഒഴിവായത്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, ഇടുക്കി, മലപ്പുറം ജില്ലകളിലൊക്കെ ചാർജ് ഓഫീസർമാർ ഞങ്ങൾ വന്നിട്ടാണ് സാർ കൊടുത്തത്. മാത്രമല്ല ഇതിന്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ല. ഇപ്പോഴാണ് DPC കൂടി ലിസ്റ്റ് തയ്യാറാക്കി സാർ. അത് ഇന്നോ നാളെയായിട്ട് ലിസ്റ്റ് പുറത്തിറക്കും. ഇത് DPC കൂടണേ സാർ, ഇതൊന്നും കൂടിയിട്ടില്ല. ഒരു ഭരണകൂടം എത്രമാത്രം ദുഷിക്കാമോ അതിനെല്ലാം മാതൃക കാണിച്ചു കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് പിണറായി വിജയൻ. കാരണം ഇതൊക്കെ മുമ്പ് ചെയ്യണ്ടേ സാർ? അധികാരത്തുള്ള കാലത്ത് ഇതുവരെ നോക്കിയോ? ഇതൊന്നും നോക്കാതെ എല്ലാം തുറന്നു വിട്ട് ഞങ്ങൾ വന്നപ്പോൾ അതിന് കുടത്തുനിന്ന് പോയ ഭൂതത്തിനെ തിരിച്ചു കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ എല്ലാം നശിച്ചു എന്ന് പറയുന്നത്. അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചേ മോനെ. സ്ത്രീകളെ അപമാനിക്കുന്നതിൽ പ്രത്യേക അഭിരുചി കാണിക്കുന്ന ആളാണ് K. മുരളീധരൻ എന്ന് പൊതുസമൂഹം വിലയിരുത്തുകയാണ്. സാർ, ഈ തകർന്നു കിടന്നൊരു സിസ്റ്റം, 10 വർഷമായിട്ട് തകർന്നു കിടന്ന സിസ്റ്റത്തിനെയാണ് ഞങ്ങൾ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പള്ളി പറഞ്ഞാൽ മതി. സ്വന്തം ഭരണപരാജയം മറച്ചു വയ്ക്കുവാൻ വായിൽ തോന്നുന്നു വിളിച്ചു പറയുന്ന ഒരാളായി മന്ത്രി മാറിയിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിലെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണ്. എന്നാൽ ആ കേരള മോഡൽ UDF ഗവൺമെന്റ് കൈവിടുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ 35 ദിവസത്തെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ എന്ത് ഭയങ്കര വീട്ടിലാണല്ലോ. നിങ്ങൾ ഇറങ്ങിയിട്ട് 5 വർഷമായോ? നിങ്ങൾ ഭരണത്തിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങിയിട്ട് എത്ര നാളായി? നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി 1 മാസത്തിനിടയ്ക്കുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി ഇപ്പൊ കേറിയ സർക്കാരാണെന്ന് നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും യുക്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ? ഇല്ല. യുക്തി എന്ന വാക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, അതറിയാം. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ന ബുദ്ധിയെങ്കിലും വിളിച്ചേനെ.